യെസ്, അപ്പൊ കഴിഞ്ഞിട്ടോ. പൊളിറ്റിക്സിൽ അവസാന വീഡിയോ ആണ്. പൊളിറ്റിക്സിന്റെ സിലബസ് പ്ലസ് 2 കഴിഞ്ഞെന്ന് പറയാം. ശരിക്കും ഞാൻ പൊതുവെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്താ, ഇങ്ങനെ പൊളിറ്റിക്സും കൂടി ഇവർക്ക് വരാനുണ്ടല്ലോ എന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ അതും അതും കഴിഞ്ഞു. അപ്പോ മക്കളെ, നമ്മൾ കുറെ കാലമായി നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്നു. നിങ്ങൾ കുറച്ചാളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ നിങ്ങളെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടൊക്കെ വളരെ വലുതാണ്. എപ്പോഴും ആസ് എ ഒരു കുട്ടികളെ കാണാത്ത രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ എന്നതിലപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹം ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട കുട്ടികളാണെന്ന് വിചാരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം. ഇത് നമ്മൾ ആരാണെന്നും അവരാരാണെന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ശരിക്കും അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അവരുടെ മെസ്സേജിലൂടെ ആണെങ്കിലും കമന്റിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കാണുമ്പോൾ ഓടി വരല്, അതൊക്കെ ഭയങ്കര, കാരണം നേരിട്ട് കണ്ടിട്ടില്ല. അവർ ഭയങ്കര സാറ്റിസ്ഫാക്ഷനിലല്ലോ. ഓ തീർച്ചയായിട്ടും. കാരണം നിങ്ങൾക്ക് പ്രത്യേക ഈ മക്കൾ ഇറങ്ങി പോകുമ്പോൾ അതൊരു ശരിക്കും 3 വർഷമായി. SLC 10th ക്ലാസ് അവർ തുടങ്ങിയ ആളുകളുണ്ട്. പിന്നെ കൂടെ തുടക്കം മുതലേ വന്ന ആളുകളുണ്ട്, പകുതിക്ക് കൂടി വന്ന ആളുകളുണ്ട്, അവസാനത്തിൽ വന്നൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എല്ലാവരോടും സ്നേഹം മാത്രമാണ്. പക്ഷെ ഒരു 2 വീഡിയോ ഇവർ കാണുമ്പോഴേക്കും പിന്നെ നമ്മളോട് അത്ര എന്താ ഈ ഒരു ബാച്ച് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയപ്പെട്ട ഒരു സംഭവം തന്നെയാണല്ലേ. എജുപോളിന്റെ ഒരു റൂട്ടാണ് വരുന്നത്. അതെ അതെ അതെ. കാരണം എന്താണ് സൈലന്റ് ആയി ഞാനെന്ത് പറയാനാ, നിങ്ങൾക്കെല്ലാം ഒന്നും കൂടി കൂടുതൽ പറയാനുണ്ട്. പിന്നെ നന്നായി പഠിക്കുക. വേറെ എന്ത് പറയാൻ, നിങ്ങൾക്ക് വേണ്ടൊക്കെ ഞങ്ങൾ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോസ് തന്നിട്ടുണ്ട്, MCQ തന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒരു ഇതായിട്ടോ. കാരണം ഇന്നലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് ഉണ്ട്, രാവിലെ ക്ലാസ് കൊണ്ട് രാവിലെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. അപ്പൊ തന്നെ എനിക്ക് ഞാൻ അന്നേരമാണ് ഈ നോമ്പറക്കുന്ന നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. ആ സമയത്താണ് ഒരു 10-11 മണിയായപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ആ സമയത്തും ഫോണിൽ ഇങ്ങനെ നിരന്തരമായിട്ട് മെസ്സേജ് വന്നപ്പോൾ ഞാൻ അത് നോക്കുകയാണ്. നമ്മളെ പ്ലാൻഡായ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് കൊടുത്ത essay ക്വസ്റ്റ്യൻ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഷുവർ 30 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 33 1-word MCQ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിരിക്കും. അത് ആ സ്നേഹം തന്നെ ആയിരിക്കും മക്കൾ ഇപ്പോഴും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവര് ഇങ്ങനെ പോവാന്ന് പറയുമ്പോ നമുക്ക് ഇതൊരു പ്രകൃതി നിയമം എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ നെക്സ്റ്റ് തലത്തിലേക്ക് അവർ പോകും. അപ്പൊ നിങ്ങൾ എവിടെയും നിങ്ങളെ ഒഴുക്ക് എവിടെയും നിൽക്കാൻ പാടില്ല. ഒരുപാട് ആളുകൾ പുതിയ സംവിധാനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, അവിടെയൊക്കെ നിങ്ങൾ എത്തിച്ചേരുക. നന്നായി പഠിക്കുക. എനിക്ക് പറയാനുള്ളത് നന്നായി വരിക. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതോട് കൂടി അങ്ങോട്ട് തീർന്നെന്ന് വിചാരിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും എന്ത് സംശയം വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കുക. അതിനെപ്പറ്റി നിങ്ങൾ നമ്മളെ സ്റ്റുഡന്റ് അല്ല, ഇനി നിങ്ങൾക്ക് റിപ്ലൈ തരാതിരിക്കാൻ അല്ലെങ്കിൽ റിപ്ലൈ തരൂല അങ്ങനെ ഒന്നുമില്ലടാ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവണം സാർ, ഈ റൂട്ട് എങ്ങനെയാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിച്ചു വരാം. അതിനെപ്പോഴും നമ്മളൊരു മാതൃകയായിട്ട് തന്നെ ഉണ്ടായിരിക്കില്ല. ഒരു പാരന്റ് ആ രൂപത്തിൽ പിന്നെ ഒരു ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ അധ്യാപകനായിട്ട് കാണേണ്ട ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ തന്നെ പോയിക്കോട്ടെ. അതാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഉഷാറാക്ക. നമ്മൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇന്നത്തെ ലൈവ്, നാളത്തെ റോക്കറ്റും കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളും തമ്മിലുള്ള ആ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ബന്ധം തീരാൻ പോവാണ്. അപ്പുറത്തേക്ക് പിന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പം ഞാനിപ്പോ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ കണ്ടുമുട്ടാണെങ്കിൽ നമുക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ അതുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കണ്ടുവെക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. അപ്പൊ എന്നിരുന്നാലും നാളത്തെ പരീക്ഷ ഉഷാറാക്കുക. അല്ലേ, ഓൾ ദി ബെസ്റ്റ്. നമ്മളെ മക്കളല്ലേ ഉഷാറാക്കുക, പഠിക്കുന്നത് വിചാരിക്കുന്നുണ്ടടാ. ബാക്കി ലൈവിൽ പറയാല്ലേ ബാക്കി. ഓക്കെ, ലൈവിൽ ഇനി ബാക്കി ഉണ്ടല്ലോ, സമയം ഉണ്ടല്ലോ. താങ്ക് യു. അപ്പൊ മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്.